ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോയുമായിട്ടാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാനും മോനും കൂടെ ഒരു സ്ഥലം വരെ പോയായിരുന്നു. ഇത് ചിലർക്കൊക്കെ അറിയാമായിരിക്കും, ഇതേത് സ്ഥലമാണെന്ന് മനസ്സിലായി കാണും. ഇത് കൊല്ലം ജില്ലയിലെ പുനലൂരിലുള്ള തൂക്കുപാലമാണ്. ഇത് കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഞങ്ങളുടെ ജില്ലയിലാണ്. അപ്പം ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് പുനലൂർ തൂക്കുപാലം കൊല്ലം ജില്ലയിലെ കല്ലടയാറിന് കുറുകെയുള്ള ഒരു ചരിത്ര സ്മാരകമാണിത്. പിന്നെ തിരുവിതാംകൂർ മഹാരാജാവ് ആയില്യം തിരുനാളിൻ്റെ കാലത്ത് 1871 നിർമ്മാണം ആരംഭിച്ച് 1877 പൂർത്തിയാക്കിയ ഒരു പാലമാണ്. പിന്നെ വളരെ പ്രത്യേകത എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ വാഹന ഗതാഗത തൂക്കുപാലമാണിത്. ഇത് കച്ചവടത്തിനും യാത്രയ്ക്കും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. 1880 പൊതുജന ഗതാഗതത്തിനായി ഇത് തുറന്നു കൊടുത്തു. തമിഴ്നാടുമായുള്ള വാണിജ്യബന്ധം ശക്തിപ്പെടുത്തുവാൻ ഈ പാലം വളരെയധികം സഹായിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ ഇത് നിർമ്മിച്ചിരിക്കുന്ന ഇരുമ്പ് കമ്പി വലകൾ കൊണ്ട്, മരപ്പലകകൾ ഇവയൊക്കെ കൊണ്ടാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം ഇത് 400 അടി നീളവും 20 അടി വീതിയും ഇതിനുണ്ടെന്ന് പറയപ്പെടുന്നു. ഇന്ന് ഇത് പഴയ വാഹന ഗതാഗതം നിർത്തി കാൽനട യാത്രക്കാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ ഇത് ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രവും ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലവുമായിട്ടാണ് ഇത് നടത്തി വരുന്നത്. ഇതിന് തൊട്ടടുത്തായിട്ടൊരു പുതിയ കോൺക്രീറ്റ് പാലം നിർമ്മിച്ചിട്ടുണ്ട്. ആ പാലത്തിലൂടെയാണ് ഇപ്പോൾ ഗതാഗതം നടക്കുന്നത്. ഇതിൻ്റെ വ്യൂസൊക്കെ നല്ലതാണ്. ഇവിടെ വരുവാനും കാണുവാനും ഇതിൻ്റെ ഭംഗി ആസ്വദിക്കുവാനും ഒരുപാട് ആൾക്കാർ ദൂരെ നിന്നും അടുത്തു നിന്നും ഒക്കെ ആയിട്ട് എന്നും ഇവിടെ വന്ന് പോകുന്നുണ്ട്. ഫോട്ടോഷൂട്ട് ചെയ്യാനും ബ്ലോഗ് എടുക്കാനും എല്ലാത്തിനും വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടോ?